ക്യാമ്പസ് ഹോസ്റ്റൽ ഒരു സെക്കൻഡ് പോലും വേണ്ട, നേരെ ഇറങ്ങാൻ ഓടാ ക്ലാസ്. ക്രാഷ് ചെയ്യണോ വേണ്ടേ? ഞാനിങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല റിസോർട്ടിലേക്കായിട്ടാണ് പോണത്. രണ്ടും വാങ്ങി ഒടിച്ചിട്ട് പോവാം. സ്റ്റഡി ഹാളിലേക്കാണ് നമ്മൾ ഇനി പോണത് കേട്ടോ. ഇവരുടെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാണ്? അത് ഡെയിലി നമ്മളുടെ കുട്ടികളുടെ ഇനി വേണേ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ വിശാലമായൊരു ഗ്രൗണ്ട് ഉണ്ട്, വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. ഹേയ് ഹലോ വെൽക്കം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ എജുപോർട്ടിൻ്റെ നീറ്റ് JEE ക്യാമ്പസിലാണ്, അതും നമ്മുടെ തൃശ്ശൂരിലെ. ഈ വർഷം നമ്മളുടെ നീറ്റ് ക്രാഷ് കോഴ്സ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഈ നീറ്റ് ക്രാഷ് കോഴ്സിലേക്ക് അഡ്മിഷൻ എടുക്കുന്ന നിങ്ങൾ കുട്ടികൾ വന്ന് പഠിക്കാൻ പോകുന്നതേ എൻ്റെ ബാക്കിൽ ഈ കാണുന്ന ക്യാമ്പസിലാണ്. അപ്പോൾ തൃശ്ശൂർ അടുത്തുള്ളവർക്കൊക്കെ ചെക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമ്പസാണ്. ആൻഡ് ഈ ക്യാമ്പസിൻ്റെ കൂടുതൽ വിശേഷങ്ങളും നമ്മളുടെ ഫീച്ചേഴ്സ് എന്താണ്, ക്യാമ്പസിൽ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പോയിട്ട് കാണാം. ഇതാണ് നമ്മളുടെ തൃശ്ശൂരിലുള്ള ക്യാമ്പസ്. ഞാനിങ്ങനെ നടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ വല്ല റിസോർട്ടിലേക്കായിട്ടാണ് പോകണമെന്ന്, പക്ഷേ അല്ല, നമ്മുടെ ക്യാമ്പസാണിത്. ആൻഡ് ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ എന്താ, നമ്മുടെ ക്യാമ്പസിൻ്റെ ഫെസിലിറ്റീസ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് ഉണ്ട് ഇവിടെ, സ്റ്റുഡൻറ്റോട് എന്നെ ചോദിച്ചു നോക്കാം. ഇവിടെ നമ്മളുടെ നീറ്റ് ക്രാഷ് കോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ക്യാമ്പസിലും അതേപോലെ തന്നെ നമ്മളുടെ മലപ്പുറം ലിങ്കൽ ക്യാമ്പസിലും കൂടി ആയിട്ടാണ്. അതായത് മാർച്ച് ലാസ്റ്റ് വീക്ക്, നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് മാർച്ച് ലാസ്റ്റ് വീക്കിലാണ് നമ്മളുടെ ഈ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടുന്ന് അതായത് കുറേ കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ടാവും. അതായത് നമ്മുടെ എജുപോർട്ട് ക്യാമ്പസ് എന്താണ്, ക്യാമ്പസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ക്യാമ്പസിൽ എന്തൊക്കെയാണ് എന്താ പറയുക നിങ്ങളുടെ പഠിത്തത്തിന് ഹെൽപ്പ് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ടെന്നൊന്നും ഇവർക്കറിയില്ല. അപ്പോൾ എനിക്കൊന്ന് ഞാൻ പറയുന്നതിനേക്കാളുപരി ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള നിലയിൽ നീ പറയുമ്പോൾ അവർക്ക് എന്തായിരിക്കും കുറച്ചും കൂടെ എന്താ അവർക്കൊരു ഫീൽ കിട്ടും. അപ്പം നീ എന്നെ പറഞ്ഞു കൊടുക്കുക, ലൈക്ക് നിങ്ങളുടെ അതായത് ഈ തൃശ്ശൂരുള്ള ഈ ക്യാമ്പസിൽ നിൻ്റെ ഇത്രയും കാലത്തെ നീറ്റ് ജേർണിയിൽ നിനക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയത് നമ്മളുടെ എന്തൊക്കെ ഫീച്ചേഴ്സ്, അതായത് ക്യാമ്പസിലുള്ള എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും? എജുപോർട്ടിൽ ക്ലാസ്സസ് തന്നെയാണ് അടിപൊളി, ഫാക്കൽറ്റീസ് ആയാലും നമ്മളുടെ ഫാക്കൽറ്റീസും ശരിയാണ്. പിന്നെ നല്ല അടിപൊളി ക്ലാസ്സും ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ നമുക്കിപ്പോൾ സീരീസ് എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഓരോ എക്സാം നിങ്ങൾക്ക് റിവിഷൻ ടൈമാണ്. അപ്പം അത് സീരീസ് കഴിയാറായി, ഫുൾ ടെസ്റ്റ് തുടങ്ങാറായി. അപ്പം ഇപ്പോൾ ഓരോ എക്സാം കഴിയുമ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിക്കും എത്ര റൈറ്റ് ഉണ്ട്, എത്ര നെഗറ്റീവ് ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെ നല്ല മെന്റൽ മോട്ടിവേഷൻ ഒക്കെ തരും. അങ്ങനെ ടീച്ചേഴ്സ് മെന്റേഴ്സും ടീച്ചേഴ്സും. ഓക്കെ, യെസ്. അപ്പോൾ നിന്നെ ഏറ്റവും അട്രാക്ട് ചെയ്തത് ഇവിടുത്തെ ക്വാളിറ്റി ഓഫ് ക്ലാസ്സസ്, ഫൈൻ. ആൻഡ് വാട്ട് അബൌട്ട് ദ എൻവയോൺമെന്റ്, ലൈക്ക് ഇവിടെ നിങ്ങളുടെ എങ്ങനെയാണ് പഠിക്കാൻ എത്രത്തോളം ഈ ഒരു എൻവയോൺമെന്റ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണ്, ക്യാമ്പസ് എത്രത്തോളം അതിൽ ആപ്റ്റ് ആണെന്നുള്ളത്? ഭയങ്കര കാമാണ്, ഇവിടെ കണ്ടാൽ തന്നെ അറിയാലോ. നല്ല ഫീലാണ് ഒരു ഭയങ്കര റിസോർട്ട്. ഞാൻ വന്ന സമയത്തെ എന്നോട് ഉമ്മ ഇവിടെ എത്തിയോന്ന് ചോദിച്ചിട്ട് ഫോണിൽ മെസ്സേജ് അയച്ചു. അപ്പം ഞാൻ ഒരു ഫോട്ടോ എടുത്ത് വെച്ചപ്പോൾ നീ ഇങ്ങോട്ടാ പോയ വല്ല റിസോർട്ടിലേക്കാണോ? അല്ലെങ്കിൽ ഞാൻ തള്ളയിലോട്ടോ, സത്യം പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു ഫീലാണ് ശരിക്കും എന്ത് നമ്മളുടെ ഈ ഒരു ക്യാമ്പസിനുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞു നീറ്റ് ക്രാഷ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. എനിക്ക് തോന്നുന്നു നീ ഐ മീൻ ഇവിടേക്ക് വരുന്നതിന് മുന്നേ +2 കഴിഞ്ഞ് ക്രാഷ് കോഴ്സ് ചെയ്ത ആളാണ്, ഓൺലൈൻ ക്രാഷ് കോഴ്സ് ഓൾറെഡി ചെയ്ത ആളാണ്. അപ്പോൾ ഈ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികളുടെ അടുത്ത് അപ്പോൾ പലർക്കും കൺഫ്യൂഷനാണ്. അതായത് ഇവർ ക്രാഷ് ചെയ്യണോ അല്ലെ വേണ്ടേ, എന്തിനാണ് ഇപ്പോൾ ക്രാഷ് എന്നൊക്കെ ഡൗട്ട് അടിച്ചിരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഇവരോട് നിനക്ക് എന്താ പറയാനുള്ളത്, ലൈക്ക് ക്രാഷ് ചെയ്യണോ വേണ്ടേ? ബെറ്റർ ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് +2 നമുക്ക് അത്രയും ക്ലാരിറ്റി, നീറ്റിനായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഒന്നും +2 ഓഫ് കോഴ്സ് ഉണ്ടാവില്ല. നോർമലി നമ്മൾ ബോർഡിന് പഠിക്കുന്ന സമയത്ത് എന്തായാലും എന്ത് ചെയ്യില്ല, നീറ്റിൽ നമ്മൾ എന്തായാലും ഇത്രയും ഫോക്കസ് ചെയ്യില്ല. അപ്പം കുറച്ചും കൂടെ ഓഫ് കോഴ്സ് ഇത് ഡ്രീം MBBS അല്ലെങ്കിൽ എന്താ പറയുക എഞ്ചിനീയറിംഗ് ഫീൽഡ് JEE ഒക്കെ ഡ്രീം കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ +2 ബേസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കി ഒരു എന്താ പറയുക നമ്മളുടെ കോമ്പറ്റീറ്റീവ് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു ഫീൽഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒബ്വിയസ്ലി ഈ ക്രാഷ് എന്തായിരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. എനിക്ക് തോന്നുന്നു നിന്റെ ജേർണിയിൽ അതിന് നിന്നെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? നമുക്ക് +2 കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇൻഡെപ്ത് കോൺസെപ്റ്റ് അല്ലേ നീറ്റിനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി, പിന്നെ ഒരു വർഷം കൂടി ചെയ്യുന്നു എന്നുള്ളത് അത്രയും. നിങ്ങൾ പഠിക്കുന്നത് എനിക്കൊന്ന് സ്റ്റഡി ഹാൾ എന്നാണ് അല്ലേ? അപ്പോൾ സ്റ്റഡി ഹാളൊക്കെ എങ്ങനെയാണ്, ലൈക്ക് അവിടെ നിന്ന് പഠിക്കാനാണോ നിങ്ങൾക്ക് സുഖം, അല്ലെങ്കിൽ ഇപ്പം വീട്ടിൽ നിന്ന് ഓഫ് കോഴ്സ് നീ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരു 1 ഇയർ ആയി കഴിയാനായില്ലേ? ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് ജൂണിൽ വന്നായിരിക്കും. ജൂണിലാണോ? ജൂലൈ ലാസ്റ്റ് ജോയിൻ ചെയ്തു. ഓക്കെ ഫൈൻ. എന്തായാലും 1 ഇയർ ആവാനായി. ഇപ്പം ഇത്രയും കാലം നീ വീട്ടിൽ നിന്ന് വിട്ട് നിന്നിട്ട് എനിക്ക് തോന്നുന്നു അല്ല, ഐ മീൻ നിനക്ക് തോന്നുന്നുണ്ടോ ഇവിടെ വന്നത് ഇറ്റ് വാസ് നിന്റെ ഒരു റൈറ്റ് ഡെസിഷൻ ആയിരുന്നു, വീട്ടിലിരുന്നെങ്കിൽ എന്തായാലും ഇങ്ങനെ ഒന്നും പഠിക്കാൻ പറ്റില്ല? ആൻഡ് നമ്മുടെ സ്റ്റഡി ഹാളൊക്കെ എങ്ങനെയുണ്ട്? സ്റ്റഡി ഹാൾ അടിപൊളിയാണ്, നല്ല സ്പേഷ്യസ് ആണ്, അപ്പോൾ നല്ല കൂളായിട്ടിരുന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മളുടെ ഹോസ്റ്റൽ, ഐ മീൻ ഇപ്പോൾ കുറേ കുട്ടികൾക്ക് വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഈ റെസിഡൻഷ്യൽ ക്രാഷ് എന്ന് പറയുന്ന സമയത്ത് 1 മാസമാണെങ്കിലും വീട്ടിൽ നിന്ന് വിട്ടിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഇവിടെ നിൽക്കേണ്ടി വരും. അപ്പോൾ പാരൻസിനും കുറേ ഡൗട്ട് ഉണ്ടാവും. വീട്ടിൽ നിന്ന് പറഞ്ഞു വെച്ചിട്ട് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമ്പസിൽ എത്രത്തോളം സേഫാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ്, ഫുഡ് എങ്ങനെയാണ്, ഇവിടുത്തെ വാർഡൻസ് എങ്ങനെയാണ് എന്നൊക്കെ ഡൗട്ടുള്ളവരുണ്ടാവും. അപ്പോൾ നീ പറഞ്ഞു കൊടുക്കുന്നത് നിൻ്റെ ഹോസ്റ്റൽ എക്സ്പീരിയൻസ് എന്താ? മെസ്സും ഒക്കെ അടിപൊളി തന്നെയാണ്, നല്ല മീലും ഒക്കെ നല്ല കിട്ടും.
നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഞാനൊക്കെ റിപ്പീറ്റ് എനിക്ക് തോന്നുന്നു ഞാനൊക്കെ പഠിച്ച സമയത്ത് ഞങ്ങളുടെ ഫുഡൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൻ ഷോക്കായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമ്മൾ റിപ്പീറ്റർ ക്യാമ്പസിൽ മൊത്തം എനിക്കൊന്ന് എവിടെ പോയി കഴിഞ്ഞാലും കുട്ടികളോട് ഫുഡ് ഇവിടെ കിട്ടില്ല ഫുഡാണ്, നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ ദെൻ അതായത് ഇത്രയും കാലം നീ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 months ആയിണ്ടാവും അല്ലേ? ഇത്രയും ഒരു ജേർണിയിൽ എജുപോർട്ട് നിന്നെ എങ്ങനെ ഹെൽപ്പ് ചെയ്തു? നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഡ്രീം ആണല്ലോ നമ്മുടെ ഡോക്ടർ ആവുക, MBBS കിട്ടാം. അപ്പോൾ അതിന് വേണ്ടി എല്ലാ ഫെസിലിറ്റീസും കൃത്യമാണ്. ക്ലാസ്സസ് അതിലിപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ട്, ക്ലാസ്സസ് റിവിഷൻ ക്ലാസ്സും ഒക്കെ ഉണ്ട്, എക്സാം ഒക്കെ കൃത്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് നല്ല ഡേറ്റ് ഇപ്പം ഒരു എക്സാമിന് 2 ദിവസം വെച്ച് ഗ്യാപ്പാണ്. അപ്പോൾ നമുക്ക് അതിൽ തീർത്ത് പോകാൻ പെൻഡിങ് ഒന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും. കറക്റ്റ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കൃത്യം ആ എക്സാം ടൈം ടേബിൾ കൃത്യം 2 ദിവസം റിസൾട്ട്സ് ഒക്കെ വരുന്ന സമയം എങ്ങനെയുണ്ട്? റിസൾട്ട് വന്നിട്ട് ലൈക്ക് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ? ഇംപ്രൂവ്മെന്റ് ഉണ്ട്, ഇനിയും ഇംപ്രൂവ്മെന്റ് ആക്കാനും ഉണ്ട്, ഇനി ഇഷ്ടംപോലെ ആക്കാനുണ്ട്. ആൻഡ് ജെയ് എനിക്ക് ഒന്ന് എഴുതിയിട്ട് ഇപ്പോൾ ഒരു 94%. അപ്പോൾ എനിക്കൊന്ന് നെയ്റ്റിൽ നിന്നും എങ്ങനെ ഈ ജെയ് എവിടെങ്കിലും ഒരു ഡ്രീം ആയിട്ടാണ് കിടന്നുണ്ടായിരുന്നത്? വെറുതെ ഒന്ന് പോയിട്ട് എഴുതി എന്തായാലും അൾട്ടിമേറ്റ് ഡ്രീം നീറ്റ് തന്നെ. ഓക്കെ, നമ്മളുടെ മെന്റേഴ്സ് എനിക്ക് തോന്നുന്നു മറ്റാർക്കും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഓൾവേസ് നമ്മളുടെ മെന്റേഴ്സിനെ പറയാം. അതെനിക്ക് ട്രൂ ഒരു എന്താ പറയുക, മോസ്റ്റ്ലി നമ്മൾ പറയുന്നത് അത്രയും സത്യസന്ധമായതുകൊണ്ടാണ് ഞാനത് നിന്റെ മുന്നിൽ വെച്ച് തന്നെ പറയുന്നത്. അതായത് നമ്മളുടെ മെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഫീൽ കിട്ടുന്നത് എനിക്കറിയില്ല. അതായത് നിങ്ങളിപ്പം ആസ് ഫസ്റ്റ് ടൈം നമ്മളുടെ ക്യാമ്പസിലേക്ക് എത്തുന്ന സമയത്ത് നമ്മളുടെ മെന്റേഴ്സിനെ കിട്ടിയപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മെന്റേഴ്സ് ഇവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അതൊരു കംഫർട്ടായിരുന്നു? ഫ്രണ്ട്ലിയാ, നമുക്ക് എന്ത് വേണമെങ്കിലും പോയി പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിലോ നമുക്ക് ക്ലാസ്സിന്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. എക്സാമിന്റെ കാര്യങ്ങളും ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് ഡിസ്കസ് ചെയ്യും. നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കും. ഇപ്പം എക്സാമിൽ ഇപ്പം നെഗറ്റീവ് വന്നാൽ നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കും എന്താ കാരണം, നമ്മളോട് തന്നെ ചോദിക്കും. അപ്പം നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് എന്താ തെറ്റിയാണ്. അങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നൊരു ഇവിടെ ശരിക്കും ഒരു ഹോംലി ഫീൽ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് എന്തും തുറന്നു പറയാൻ മെന്റേഴ്സ് ഉണ്ട്, ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ ഫുൾ ടൈം ടീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം ഓൺലൈനിൽ നമ്മുടെ ആപ്പിലും ക്ലാസ്സസ് കാണും. ഒരുവിധം ഡൗട്ട്സ് ഒക്കെ ഇവർക്ക് അവിടെ നിന്ന് തന്നെ ക്ലിയർ ചെയ്യാനും പറ്റും. പിന്നെ എക്സാംസ് കാര്യങ്ങൾ ഇപ്പോൾ ഇവർക്ക് റിവിഷൻ ടൈമാണ്, അതായത് ഏകദേശം ഇവരുടെ ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ റിവിഷൻ ടൈം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവർക്ക് സീരീസ് എക്സാമാണ്, കംപ്ലീറ്റ് എക്സാമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഷെഡ്യൂൾഡ് ആയിട്ട് ഫുൾ പാക്കഡ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവളുടെ സമയം ഞാനധികം വേസ്റ്റ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് പെട്ടെന്ന് വിടാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്യാമ്പസൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് ഇവളിവിടെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാം. സോ ഇതാണ് നമ്മുടെ വിശാലമായ ക്യാമ്പസിൻ്റെ മെയിൻ എൻട്രൻസ്. ഭയങ്കര വലിയ എൻട്രൻസ് ആട്ടോ, ഇവിടെ വലിയ ക്യാമ്പസാണ്. സോ ഇതാണ് നമ്മുടെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഇതിൻ്റെ മുകളിലത്തെ നിലയിലായിട്ടാണ് നമ്മളുടെ ക്ലാസ് റൂംസ് ഉള്ളത്. ഇതിൻ്റെ നേരെ തൊട്ടപ്പുറത്താ ആ കാണുന്ന ഡോറിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഹോസ്റ്റൽ വരുന്നത് കേട്ടോ. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ക്യാമ്പസ് ഹോസ്റ്റൽ, ഒരു സെക്കൻഡ് പോലും വേണ്ട, നേരെ ഇറങ്ങാൻ ഓടുക ക്ലാസ്. ഇപ്പോൾ നമ്മുടെ മെയിൻ എൻട്രൻസിൽ നിന്ന് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറിയിട്ട് മേലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ക്ലാസ് റൂംസ് ഒക്കെ ഉള്ളത് കേട്ടോ. അവിടെ അങ്ങോട്ടാണ് ഹോസ്റ്റൽ വരുന്നത്. ഹോസ്റ്റൽ നമുക്ക് പിന്നെ കാണാം. ആദ്യം നമുക്ക് ക്ലാസ് റൂമിലൊക്കെ ഒന്ന് പോയി നോക്കാം. ഇത് ക്ലാസ്സൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പം കുട്ടികൾക്ക് കുറേ ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ സാറിൻ്റെ അടുത്ത് വന്നിട്ട് കുട്ടികൾ ഡയറക്റ്റായിട്ട് ഡൗട്ടൊക്കെ വന്ന് ക്ലിയർ ചെയ്യുന്നൊരു റൂമായിട്ടത്. അവിടെ നമ്മുടെ ഷെഫിൻ സാറുണ്ട്. സാറ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാം, സാറിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതും അതുപോലെ തന്നെ റൂമാണ് കേട്ടോ. അവിടെ ആരുമില്ല, പക്ഷേ ക്ലാസ് കുറേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സാറുള്ള ക്ലാസ്സിലേക്ക് നമ്മൾ ഇടിച്ച് കയറി ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സാറിനോട് ഇടി കിട്ടും. അതുകൊണ്ട് നമുക്ക് ആരും ഇല്ലാത്തൊരു ക്ലാസ് റൂമുണ്ട്. ആ ക്ലാസ് റൂമിൽ മാത്രം ഒന്ന് പോയിട്ട് നിങ്ങളുടെ ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ക്ലാസ് റൂമിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള സാധനമൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇതാണ് നിങ്ങളുടെ വളരെ വിശാലമായ ക്ലാസ് റൂം. ഇവിടെ ഇരുന്നിട്ടാണ് കേട്ടോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. നല്ല അടിപൊളി ചെയറുണ്ട്, ബെഞ്ചുണ്ട്, ഡെസ്ക് ഉണ്ട്. ഇവിടെ ഇരുന്ന് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നീറ്റിനും കീമിനൊക്കെ പഠിച്ച് ഫുൾ സെറ്റായി റാങ്ക് വാങ്ങിയിട്ട് വരാം. അപ്പോൾ ഇവിടെ ശരിക്കും നിങ്ങൾക്ക് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് നമ്മളുടെ പാനൽ ബോർഡ് വെച്ചിട്ടാണ് കേട്ടോ. അതായത് നോർമൽ ബോർഡ്സ് അല്ല, ചോക്കും സംഭവങ്ങളൊന്നും അല്ല, ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ പാനൽ ബോർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് തരിക. അത്രയും നല്ലൊരു ആംബിയൻസ് ആണ്. നിങ്ങൾക്ക് കാണാം എ സിയുള്ള ക്ലാസ് റൂംസ് ആണ്. എല്ലാ ക്ലാസ് റൂംസും എ സിയുള്ള ക്ലാസ് റൂംസ് ആയിരിക്കും. അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് നല്ല എൻവയോൺമെൻറ്റിൽ ഇരുന്നിട്ട് സൂപ്പറായിട്ട് പഠിക്കാം. നമുക്ക് വേണേൽ ഇവിടെ 2 ദിവസം സ്റ്റേ ചെയ്തിട്ട് പോകാം കേട്ടോ. ഇവിടെ ശരിക്കും ഭയങ്കര അടിപൊളി എൻവയോൺമെൻറ്റാണ്. നമ്മളിങ്ങനെ ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടാവല്ലോ, പഠിച്ച് കുറേ സമയം ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു നല്ല കാറ്റൊക്കെ കൊള്ളാനോ അല്ലെങ്കിൽ ഒരു ശുദ്ധമായി ശ്വസിക്കാനൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ ബാൽക്കണിയിൽ നിന്നാൽ മതി. ബാൽക്കണി അല്ലല്ലേ, ഐ മീൻ നമ്മളുടെ ക്ലാസ്സിൽ നിന്ന് നേരെ പുറത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വ്യൂ, കിട്ടില്ല വ്യൂ കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ റീജിയനിലൊക്കെ കുറേ റിസോർട്ട്സ് ഉണ്ട്. ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ഇവിടെ ആക്ച്വലി. അതേപോലെ നല്ല കിട്ടില്ലൊരു വ്യൂ ആണ് ഇവിടെ. അങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സമാധാനമാണ്.
ഇതൊക്കെ പോരെ ശരിക്കും പഠിക്കാൻ അല്ലേ? ഇനി വേണേ ഒന്ന് നടക്കാനൊക്കെ ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ വിശാലമായൊരു ഗ്രൗണ്ട് ഉണ്ട്, വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. വേണമെങ്കിൽ വട്ടത്തിൽ ചുറ്റും ഓടേ നടക്കേ ചാടേ എന്താണേലും ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് അത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് 2 സെക്കൻഡ് ഹോസ്റ്റലിലേക്ക്. ആ ഹോസ്റ്റൽ നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ. സോ ഇവിടെ കയറുമ്പം തന്നെ ഐ തിങ്ക് യെസ്, ഇവിടെയാണ് നമ്മളുടെ ഗേൾസിൻ്റെ പ്രെയർ റൂം വരുന്നത് കേട്ടോ. സോ ഇതാണ് നമ്മുടെ പ്രെയർ റൂം. അതായത് ഹോസ്റ്റലിലേക്ക് വരുമ്പം തന്നെ നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമ്മുടെ പ്രെയർ റൂമിലേക്കാണ്. ആൻഡ് ഇത് ഇപ്പം നിലവിൽ ഗേൾസിന് മാത്രമേ ഉള്ളൂ, കാരണം നമ്മുടെ ക്യാമ്പസിൽ ഇപ്പം നിലവിൽ ഗേൾസ് മാത്രമേ ഉള്ളൂ. ഓൾസോ ക്രാഷിന് നമ്മൾ പറഞ്ഞു ഗേൾസിന് മാത്രമേ ഇവിടെ അഡ്മിഷൻ ഉള്ളൂ. പക്ഷെ റിപ്പീറ്റർ ക്യാമ്പസ് ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഗേൾസിന് സെപ്പറേറ്റ്, ബോയ്സിന് അപ്പുറത്ത് വേറെ ഹോസ്റ്റലിൽ അവരുടെ പ്രെയർ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇവിടെ നിന്നാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യാം, മോറലി ആൻഡ് എന്താ പറയുക സ്പിരിച്വലി ഉള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രെയർ റൂം അവർക്ക് യൂസ് ചെയ്യാം. ആൻഡ് വളരെ വിശാലമായിട്ട് അവർക്ക് ചിലപ്പോൾ മെൻ്റലി ഒരു റിലീഫിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യാം, നല്ല വിശാലമായിട്ടുള്ള പ്രെയർ റൂം കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. സോ യെസ്, ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ റൂം ഗൈസ്. അതായത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന റൂമാണിത് കേട്ടോ. ഭയങ്കര സുഖമുള്ളൊരു എൻവയോൺമെൻറ്റാണ്. ഇപ്പോൾ നല്ല ചൂടൊക്കെയാണ് പുറത്ത്, പക്ഷേ എനിക്ക് ഭയങ്കര തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ബെഡൊക്കെ കണ്ടിട്ട് കയറി കിടന്നുറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷേ ഇതാണ് ഈ ഒരു സെറ്റപ്പിലാണ് നിങ്ങൾക്ക് റൂം അവൈലബിൾ ആയിരിക്കുക. അതായത് നിങ്ങൾക്ക് കിടക്കാനുള്ള സ്പേസ്, അതേപോലെ തന്നെ നിങ്ങളുടെ സാധനങ്ങളും കംപ്ലീറ്റ് വെക്കാനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇവിടെ ഒരു കബോർഡും ഈ റൂമിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഈ റൂമിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കുക അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല കേട്ടോ. പഠിത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത് സ്റ്റഡി ഹാളിൽ വെച്ചിട്ടായിരിക്കും. റൂമിലിരുന്ന് പഠിക്കുക എന്നുള്ളത് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം അതിൽ വലിയ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ വലിയ എഫക്റ്റീവ് ഒന്നും അല്ലാന്ന് നിങ്ങൾക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. അതുകൊണ്ട് ഈ റൂമിൽ വെച്ച് പഠിക്കുക എന്നുള്ളൊരു കാര്യം നമ്മുടെ ഇവിടെ ക്യാമ്പസിലില്ല. ഇവിടെ കുട്ടികളെല്ലാവരും പഠിക്കുന്നത് സ്റ്റഡി ഹാളിൽ വെച്ചിട്ടായിരിക്കും. റൂം നമ്മൾ ഉദ്ദേശിക്കുന്നത് പഠിത്തമൊക്കെ കഴിഞ്ഞതിന് ശേഷം രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം. ആൻഡ് ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ആംബിയൻസ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ കയറി, അതായത് ഇവിടെ നമ്മളുടെ ക്ലാസ് റൂംസിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഒരു ബാക്ക് സൈഡാണ് കേട്ടോ. ബാക്ക് സൈഡിൽ ഞാൻ ഇങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഒരു മാവുണ്ട്. ഞാൻ മാങ്ങമരം എന്ന് പറയാൻ പോവാണ്, മാവല്ലേ പറയാ, മാവുണ്ട് കേട്ടോ. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാങ്ങ ഒടിച്ചിട്ട് പോവാം. ഇപ്പം നോമ്പുണ്ട്, ഇപ്പോൾ കഴിക്കാൻ പറ്റില്ല, പക്ഷെ തിരിച്ച് പോകുമ്പോൾ നമുക്ക് കാർന്ന് ഉപ്പും കുത്തി തിന്നാം. ഇവിടുന്ന് കുട്ടികളൊക്കെ പറിച്ച് കഴിക്കലുണ്ടെന്നാണ് തോന്നുന്നത് അല്ലേ. നല്ല മാങ്ങയാന്ന് തോന്നുന്നുണ്ട്, കണ്ടിട്ട് എനിക്കിപ്പം തന്നെ തിന്നാൻ തോന്നുന്നുണ്ട്. പക്ഷേ നോമ്പുണ്ട് ഗൈസ്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല അടിപൊളി എൻവയോൺമെൻ്റ് ഒക്കെ ആണ് കേട്ടോ ഇവിടെ പുറത്ത്. നിങ്ങളവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, ബോറടിക്കേ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ റൂമിലിരിക്കേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി നടന്ന് മൈൻഡൊക്കെ ഒന്ന് റിലീഫാക്കി നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ നമ്മുടെ മക്കൾ പഠിക്കുന്നത് മൊത്തം സ്റ്റഡി ഹാളിൽ നിന്നാണ്. റൂമിൽ നമ്മൾ പറഞ്ഞു പഠിത്തമൊന്നും നടക്കില്ല. അപ്പോൾ ഇവർ പഠിക്കുന്നത് കംപ്ലീറ്റ് സ്റ്റഡി ഹാളിൽ നിന്നായിരിക്കും. ആ സ്റ്റഡി ഹാളിലേക്കാണ് നമ്മളിനി പോണത് കേട്ടോ. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റഡി ഹാൾ കേട്ടോ. ഫുള്ളി എയർ കണ്ടീഷൻഡാണ്. ആൻഡ് ഇവിടെ ഇപ്പോൾ കുറച്ച് കുട്ടികളേ ഉള്ളൂ, പക്ഷേ ഇപ്പോൾ ഏകദേശം നമ്മളൊരു റിവിഷൻ ടൈം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. സ്റ്റിൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കുട്ടികളിരുന്ന് പഠിക്കുന്നുണ്ട്. അതിന് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്റ്റഡി ഹാളിൽ കയറിയപ്പോൾ ഇതിന് പഠിക്കാൻ തോന്നും. ഞാനിപ്പോൾ വിചാരിക്കുകയാണ്, ഞാൻ ഈ സ്റ്റഡി ഹാളിൽ ഇവരുടെ കുട്ടികളുടെ ഓരോ ക്യാബിൻസൊക്കെ ഇങ്ങനെ പോയി നോക്കിയപ്പോഴേ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഒന്ന് +2 എഴുതി നോക്കിയാലോ, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കിയാലോ എന്ന്. കാരണം അത്രയ്ക്കും നല്ലൊരു എൻവയോൺമെൻറ്റാണ്. നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ വലിയ മടുപ്പൊന്നും ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അടിപൊളിയായിട്ട് പഠിക്കാം. നമുക്ക് വേണ്ട പോലെ എന്ത് ചെയ്യാം, ഒന്ന് വന്നിട്ട് നമ്മളുടെ റിവിഷൻസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, വളരെ നല്ലൊരു ആംബിയൻസ് ഉള്ള, പഠിക്കാൻ നല്ലൊരു എൻവയോൺമെൻറ്റ് കിട്ടുന്ന ഒരു സ്റ്റഡി ഹാളാണ് നമ്മുടെ സ്റ്റഡി ഹാള്. ഇവിടെ ഇപ്പോൾ ശരിക്കും കുറച്ച് കുട്ടികളേ ഉള്ളൂ. കുറേ കുട്ടികൾ ക്ലാസ്സിലാണ്, കുറച്ച് കുട്ടികൾ വീട്ടിൽ പോയൊരു സമയമാണ്. ആൻഡ് സ്റ്റിൽ ഇവിടെ നമ്മൾ കുറേ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഓരോടൊന്ന് ചോദിച്ചു നോക്കാം എന്താ ഒരു പരിപാടി എന്നുള്ളത്. പഠിക്കാനാണോ എന്ന് അറിയാലോ. എന്താ മോളിസ് പരിപാടി? ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അതായത് ഓഫ്ലൈൻ ക്ലാസ് ഉണ്ടാവും, കൂടെ തന്നെ നമ്മളുടെ ആപ്പിൽ ഇവർക്ക് ക്ലാസ്സസ് ഉണ്ടാവും. അപ്പോൾ ഈ ആപ്പിലെ ക്ലാസ്സസും കൂടെ കണ്ടിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ശരിക്കും ഡബിൾ ബെനിഫിറ്റാണ്. ഓഫ്ലൈനിൽ ഇവർ ക്ലാസ് കാണുന്നു, അത് കഴിഞ്ഞ് വന്നിട്ട് ഇവർ ആപ്പിൽ നമ്മളുടെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് വീണ്ടും കാണുന്നു, ഡൗട്ട്സ് പിന്നെയും ക്ലിയർ ചെയ്യുന്നു. അപ്പോൾ കുറച്ചും കൂടെ ഇവർക്ക് എന്തുണ്ടാവും, അവർ ഹൈബ്രിഡ് മോഡിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ഉണ്ടോടാ? ഉണ്ട്. ഏത് ക്ലാസ്സാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ബയോളജി. ബിലാൽ സാറിൻ്റെ ക്ലാസ്സാണ് അല്ലേ? എങ്ങനെ പോണു പഠിത്തമൊക്കെ? നമ്മുടെ സ്റ്റഡി ഹാളിൽ നിന്ന് പഠിക്കാനുള്ള ഒരു സുഖം കിട്ടുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് സ്റ്റഡി ഹാൾ ഉണ്ടാക്കി തന്നതിനോടുള്ളൊരു ബെനിഫിറ്റ് എന്താ? നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? എങ്ങനെ? കാമായിട്ട് പഠിക്കാൻ പറ്റും. അത് ശരിയാ അല്ലേ? നിങ്ങൾക്ക് വലിയ ശല്യമൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റും, റൈറ്റ്? നിങ്ങൾക്ക് ശരിക്കും എന്താ തോന്നുന്നത്, സ്റ്റഡി ഹാൾ ആക്കിയതാണോ നന്നായത് അല്ലെങ്കിൽ റൂമിൽ നിന്ന് പഠിക്കുന്നതാണോ നല്ലേ? രണ്ടും ഒക്കെയാണ്. റൂമിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? അവിടെ നിന്ന് റൂമിൽ നിന്ന് പഠിക്കാൻ സമ്മതിക്കില്ലല്ലോ നമ്മൾ.
ഇല്ല, നമ്മളെന്തായാലും സ്റ്റഡി ഹാളിൽ തന്നെയല്ലേ നിങ്ങൾ പഠിക്കുക. അപ്പോൾ മോസ്റ്റ്ലി എനിക്കൊന്ന് ബാക്കി എല്ലാവരും ഇങ്ങനെ പഠിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ത്വര ഇങ്ങനെ വരൂലേ, അയ്യോ ഞാനൊന്നും പഠിച്ചില്ലല്ലോ, പോയി പഠിക്കട്ടെ എന്നല്ലേ. റെഡി, അപ്പം പഠിച്ചു. നീ ഏതാ പഠിക്കുന്നത്? ഓർഗാനിക്. ഇതാ ഷെഫിൻ സാർ അത്. ഇന്ന് ഓർഗാനിക് അല്ലായിരുന്നു ക്ലാസ്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ. അതായത് ഇവർക്ക് ഓഫ്ലൈനിൽ ക്ലാസ് കഴിയുന്നു, അത് കഴിഞ്ഞ് നേരെ വന്ന് ഇവരുടെ ഓൺലൈൻ ക്ലാസ്സും കൂടെ കഴിയുമ്പോൾ ഡബിൾ സെറ്റാണ് ഇവരുടെ ടോപ്പിക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്രയും അടിപൊളിയായിട്ട് കംപ്ലീറ്റ്ലി സ്ട്രക്ചേർഡ് കരിക്കുലമാണ്. ആൻഡ് അവർക്ക് ഇരുന്ന് പഠിക്കാൻ നല്ല കിഡിലൻ സ്റ്റഡി ഹാളും, അതും കംപ്ലീറ്റ്ലി എയർ കണ്ടീഷൻഡ് ആയതുകൊണ്ട് ചൂട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ കാമായിട്ട് നല്ല രീതിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യാം, ഫുൾ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ പറ്റും. എജുപോർട്ടിലെ മക്കൾ എപ്പോഴും പറയുന്നതാണ് ഇവിടെ ഒരു ഹോംലി ഫീലാന്നുള്ളത്. ഈ ഹോംലി ഫീലിന് ഏറ്റവും വലിയ റോള് കിട്ടുന്നത് ആക്ച്വലി നമ്മളുടെ മെൻറ്റേഴ്സിനാണ്. അതായത് എജുപോർട്ടിൻ്റെ ഏറ്റവും എക്സ്ക്ലൂസീവ് ഫീച്ചറായിട്ട് നമ്മളെല്ലാവരോടും പറയാറുള്ളത് നമ്മുടെ സ്വന്തം മെൻറ്റേഴ്സിനെ കുറിച്ചാണ്. അതായത് നമ്മളുടെ കുട്ടികൾക്ക് ഇവിടുത്തെ ഹോസ്റ്റല്, വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഫീല്, ഇവരുടെ ഹോം സിക്നെസ്, ഇതൊക്കെ മാറ്റാൻ നമുക്ക് ഏറ്റവും ഇവർക്ക് നൽകാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് സാധിച്ചത് നമ്മുടെ മെൻറ്റേഴ്സിലൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ തൃശ്ശൂർ ക്യാമ്പസിലുള്ള മെൻറ്ററും ഇവിടുത്തെ കോർഡിനേറ്റർ ആയിട്ടുള്ള ദിവ്യശ്രീ മാം നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് മെൻറ്ററായിട്ടുള്ള മാമിനോട് തന്നെ എന്ത് ചെയ്യാം, ബാക്കി വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ കുട്ടികൾ ശരിക്കും വീട് വിട്ടിട്ട് ചിലപ്പോൾ ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും, ചിലപ്പോൾ ഓൾറെഡി ഹോസ്റ്റലിൽ നിന്ന് പരിചയമുള്ള ആൾക്കാരുണ്ടാവും. ഇവർക്കൊക്കെ ഈ ഹോം സിക്നെസ് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് വിട്ട് നിൽക്കുന്ന പാരൻസിൻ്റെ അടുത്ത് നിന്ന് വിട്ടെന്നുള്ള ഫീലൊക്കെ ഭയങ്കരമായിട്ട് അതൊക്കെ നിങ്ങൾ എന്തായാലും നേരിട്ട് കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എങ്ങനെ അവർക്കൊരു സപ്പോർട്ട് കൊടുക്കല്? വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്നവരുണ്ട്, അതല്ലാതെ ക്രാഷ് ഒക്കെ ചെയ്ത് റിപ്പീറ്റിലേക്ക് വരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ പലർക്കും ഇപ്പോൾ മാറി നിന്നവരാണെങ്കിൽ തന്നെ പെട്ടെന്ന് അമ്മ അച്ഛൻ ഫാമിലി ആ ഒരു ഫീലിംഗിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു സിസ്റ്റത്തിൽ, ഇതൊരു വെൽ സിസ്റ്റമാറ്റിക് ആയിട്ട് പോണ ഒരു രീതിയാണല്ലോ നമുക്ക് ഇവിടെ ഉള്ളത്. സ്റ്റഡി മാത്രം നോക്കി ഫോക്കസ് ചെയ്ത് പോവുക. അപ്പം അതിലേക്ക് പെട്ടെന്ന് മാറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അത് മാനേജ് ചെയ്ത് പോകുന്നവരുണ്ട്, പക്ഷെ അധികം പേരും ആദ്യത്തെ ഒരു 1-2 ആഴ്ചയൊക്കെ അതിൽ വല്ലാണ്ട് ബുദ്ധിമുട്ടാറുണ്ട്. അപ്പം അവർ നമ്മൾ ഇവിടെ ഒരു സിസ്റ്ററായിട്ടോ അല്ലെങ്കിൽ അമ്മേനെ പോലെയൊക്കെ വന്നിട്ട് അവർക്കൊരു കംഫർട്ട് ഫീലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് പോകെ അവർ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങുമ്പോൾ അതെന്തായിക്കോളും, അവരെന്നെ റെഡി ആയിട്ട് വന്നോളും. പിന്നെ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് വാർഡന്മാരുണ്ടായിരിക്കും ഹോസ്റ്റലില്, അവരും ഇതിലൊരു പാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ വീട്ടിലേക്ക് അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ ഡെയിലി ഒക്കെ ഫോണൊക്കെ കൊടുക്കും, റീസെന്റ് ഫോൺ കൊടുക്കും. അതെ, ഇപ്പൊ കോളിംഗ് ഡേ അല്ലെങ്കിൽ കൂടി പാരന്റ്സ് വിളിക്കുമ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ വീഡിയോ കോള് വരെ ചിലർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അങ്ങനെ പിന്നെ പോകെ അവരത് മാനേജ് ചെയ്ത് വന്നോളും. എനിക്ക് തോന്നുന്നു കുട്ടികളെക്കാൾ കൂടുതൽ ഇപ്പൊ പാരന്റ്സുമായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ ഉണ്ടാവുക നിങ്ങളെ മെന്റേഴ്സിനായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു അതെങ്ങനെ പാരന്റ്സ് റിയാക്ട് ചെയ്യുക, അതായത് അവർക്കിപ്പോ കുട്ടികളെ ഇവിടെ നിന്ന് ആക്കിയിട്ട് ഹോസ്റ്റലാക്കിയിട്ട് പോകുന്ന സമയത്ത് ഞങ്ങളുടെ കുട്ടികൾ എന്ത് ചെയ്യുമായിരിക്കും എന്നൊക്കെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്ന പാരന്റ്സിന് നോർമലി എനിക്ക് തോന്നുന്നു ഹോസ്റ്റലിൽ ഇങ്ങനെ ഒരു മെന്റൽ ഫെസിലിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീട്ടിലേക്ക് വിളിക്കുന്ന ഒരു സമയത്ത് മാത്രം, അല്ലെങ്കിൽ ഒരു കോർഡിനേറ്ററെ വിളിക്കുന്ന ഒരു സമയത്ത് മാത്രമായിരിക്കും പാരന്റ്സിന് ഇവരെ കുറിച്ച് അറിയാനുള്ളൊരു സമയമൊക്കെ ഉണ്ടാവുക. ഇതാകുമ്പോൾ നിങ്ങളായിട്ട് 24/7 ഇവർക്ക് കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ എങ്ങനെയായിരിക്കും പാരന്റ്സിന്റെ ഒരു റിയാക്ഷൻ? പലരും പല സ്ഥാപനങ്ങളും കമ്പയർ ചെയ്തൊക്കെ പറയാറുണ്ട്. ഈ ഒരു മെന്റർഷിപ്പ് പലയിടത്തുനിന്ന് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കുട്ടിക്ക് ഇപ്പൊ എന്തെങ്കിലും ഇമോഷണലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഈവൻ പാരന്റ്സിന്റെ അടുത്ത് ഷെയർ ചെയ്യാത്ത കാര്യങ്ങൾ പോലും മെന്റേഴ്സിന്റെ അടുത്ത് പറയുന്നവരുണ്ട്. അപ്പൊ അവർക്ക് ആ ഒരു കംഫർട്ട് സോൺ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്, അവർക്ക് അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആവുമെന്ന് തോന്നുന്നത് കൊണ്ടാണ്. പിന്നെ ഇവിടെ പഠിക്കുന്ന അറ്റ്മോസ്ഫിയറിൽ കാര്യങ്ങളിൽ പ്രഷറൊക്കെ വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതെല്ലാവർക്കും പെട്ടെന്ന് ആദ്യത്തെ സ്റ്റേജിലൊന്നും മാനേജ് ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല ഒറ്റയ്ക്ക്. അപ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്താണ് ഓരോ കുട്ടിക്കും, ഇപ്പൊ എല്ലാ കുട്ടീനെയും ഒരുപോലെയല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ചിലരുടെ അടുത്ത് നമുക്ക് സ്നേഹത്തോടു കൂടി പറയേണ്ടി വരും. അപ്പൊ കുട്ടിക്കനുസരിച്ച് ആണ് നമ്മൾ എങ്ങനെ അവരെ ഡീൽ ചെയ്യണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ പാരന്റ്സിന് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ്. ഇപ്പൊ ഈവൻ ഒരു മെന്റൽ ലീവിലാണെങ്കിൽ പോലും പാരന്റ്സ് അല്ലെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ അതിനെ അവരെത്ര ഡെസ്പാവുക അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആവാറുണ്ട് ചിലപ്പോൾ എക്സ്ട്രീം കേസസിലൊക്കെ. കാരണം എന്താ വെച്ചാൽ അവർ കംഫർട്ട് ആയിട്ടുള്ള ഒരാളെ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറൊരു കമ്മ്യൂണിക്കേഷൻ പോയിന്റിൽ അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവർ റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ നമ്മൾ അതിന്റെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിട്ടാണ് അതിനെ കാണുന്നത്. കാരണം അവരത്രയും നമ്മളെടുത്ത്, അതെ, ഇപ്പൊ സൗണ്ട് കേട്ടാൽ തിരിച്ചറിയുന്ന ആളുകൾ, നമുക്ക് സുഖല്ലേന്ന് ചോദിക്കുന്നവര് ഒക്കെ അത്രയുണ്ട്, ആ ലെവലിൽ തന്നെ ഉണ്ട്. അതായത് അവരുടെ കുട്ടികളെ പോലെ തന്നെ നമ്മളെ കൺസിഡർ ചെയ്യുന്ന, നമ്മളെ പരിഗണിക്കുന്ന ആളുകളും ഉണ്ട്. നമുക്കും അതേ ഒരു കെയർ തന്നെയാണ് കുട്ടികളുടെ അടുത്ത് ഉള്ളത്. അതൊരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി പോലെ ആ ഒരു റിലേഷൻ അങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് പാരന്റ്സിന്റെ അടുത്തുള്ളത്. ഇവരുടെ ഒരു ഷെഡ്യൂൾ എങ്ങനെയാ, ഡെയിലി നമ്മളുടെ കുട്ടികളുടെ ഇപ്പൊ ക്ലാസ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ
അവർ ഡേ ടൈമിൽ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ സ്റ്റഡി ഹാളിലായിരിക്കും. അപ്പം നൈറ്റ് ഡേ ടൈമൊക്കെ വാർഡൻസ് ആയിരിക്കും കൂടുതൽ സ്റ്റഡി ഹാൾ എൻഗേജ് ചെയ്യുന്നുണ്ടാവുക, നോക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് മെൻറ്റേഴ്സിന് കൂടുതൽ ഡ്യൂട്ടി ടൈം വരുന്നത് ഡേ ടൈമിലാണ്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അവരുടെ കൂടെ ഉണ്ടായിരിക്കും, മെൻറ്റേഴ്സ് ഉണ്ടായിരിക്കും. ക്ലാസ്സിൽ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻ കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ റിസൾട്ട് വന്ന സമയമൊക്കെ ആണെങ്കിൽ, എക്സാംസ് ഒക്കെ കഴിഞ്ഞ സമയമൊക്കെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു, നെഗറ്റീവ്സ് ഉണ്ടോ, അല്ലെങ്കിൽ ആദ്യമായിട്ടൊക്കെ ഇത് എഴുതിയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല എല്ലാം ബബിളിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അവരുമായിട്ട് ഷെയർ. നോർമലി കോമ്പറ്റീറ്റീവ് എക്സാം എഴുതി പരിചയമില്ലാത്ത കുട്ടികൾക്ക് ഇത് ബബിൾ ചെയ്യുന്നതിനും അതേപോലെ എക്സാമിന്റെ ടൈം മാനേജ്മെന്റിൽ ഭയങ്കര ഇഷ്യൂ ഉണ്ടാവും, ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. ചിലപ്പോൾ മറ്റേ കുട്ടിക്ക് കുറച്ച് മാർക്ക് കൂടി കഴിഞ്ഞാൽ ഇവളാകെ അല്ലെങ്കിൽ കുട്ടിയാകെ ഭയങ്കര ടെൻസ്ഡ് ആവും. അപ്പൊ ആ സമയത്തൊക്കെ ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമോഷണൽ സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് മോസ്റ്റ്ലി മെന്റേഴ്സ് തന്നെ ആയിരിക്കും. അപ്പൊ ഈ ടീച്ചേഴ്സുമായിട്ടുള്ള കണക്ഷനും എനിക്ക് തോന്നുന്നു കുറെ കൂടെ നിങ്ങൾക്ക് അത് ഡെലിവർ ചെയ്യാൻ പറ്റും. ലൈക്ക് ഫീഡ്ബാക്ക് എടുക്കുന്നതാണെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഫുൾ ഓപ്പൺ ആണ്. അതായത് അവർക്ക് എന്ത് കാര്യങ്ങളും നമ്മളുടെ മെന്റേഴ്സിൻ്റെ അടുത്ത് സംസാരിക്കാം. അവർ വീട്ടിൽ അവരുടെ അച്ഛനോടും അമ്മനോടും എന്താണോ കാര്യങ്ങൾ അവർക്ക് കൺസേൺസ് പറയുന്നത്, അതേപോലെയാണ് അവർ നമ്മൾ മെന്റേഴ്സിനെയും കാണുന്നത്. സോ ഇതാണ് നമ്മളുടെ തൃശ്ശൂരിലുള്ള ക്യാമ്പസ് കേട്ടോ. ഇത് അടിപൊളി സ്റ്റഡി ഹാള്, നല്ല കിഡിലൻ സ്റ്റഡി എൻവയോൺമെന്റ്, നമ്മുടെ മെന്റേഴ്സ്, ഹോസ്റ്റലാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. 2 സെക്കൻഡേ ഉള്ളൂ ഇവിടെ ഹോസ്റ്റൽ, ഇവിടെ ക്ലാസ് റൂം അല്ലേ. അപ്പോൾ ഈ നീറ്റ് കീം ക്രാഷ് കോഴ്സൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇതാ തൃശ്ശൂരൊക്കെ അടുത്തുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ തൃശ്ശൂർ ക്യാമ്പസിലോട്ടേക്ക് പോര്. അപ്പോൾ ക്യാമ്പസിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്കും ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ്